ഹായ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RP. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലാസ് 12 ശ്രദ്ധിക്കുക, +2 സ്റ്റേറ്റ് +2 ഇംഗ്ലീഷ് എങ്ങനെ സ്ട്രക്ചർഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഔട്ട് ഓഫ് 18 മൊത്തം ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 മാർക്സിൻ്റെ 2 എക്സ്ട്രാക്റ്റുകളാണ്. അതിൽ ഒരു 4 മാർക്സിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസ് ടൈപ്പ് ചാപ്റ്റേഴ്സ് എന്നുള്ള ഒരു എക്സ്ട്രാക്ട് ആയിരിക്കും. അതിന് താഴെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 1 മാർക്കിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അതിന് നേരെ കഴിഞ്ഞ് ഫോളോ ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളുടെ പോയട്രി എന്നുള്ള ഒരു 4 മാർക്സിൻ്റെ എക്സ്ട്രാക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. താഴെ 4 ചോദ്യം ഉണ്ടായിരിക്കും, അതിന് ആൻസർ എഴുതുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്സിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക ഫോർ 2 മാർക്സ്. അപ്പം മൊത്തം 6 മാർക്ക് എന്ത് ചെയ്യും, അതെന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അടുത്ത സെഷൻ എന്ന് പറയുന്നത് 4 മാർക്സിൻ്റെയും 6 മാർക്സിൻ്റെയും 8 മാർക്സിൻ്റെയും പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംമാതിരി ഡിസ്കോഴ്സുകൾ വരും. നിങ്ങളുടെ സ്പീച്ചും നിങ്ങളുടെ റൈറ്റപ്പും നിങ്ങളുടെ ബ്ലോഗും ബ്ലേബും ഡിബേറ്റും ക്യാരക്ടർ സ്കെച്ചും അങ്ങനെയുള്ള അനൗൺസ്മെൻറ്റും കുറച്ച് ഗ്രാമർ എലമെൻറ്റ്സ് ഒക്കെ അതിനകത്ത് ചോദിക്കും. ചിലപ്പോൾ എന്ത് ചോദിക്കും, എഡിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് വരാൻ സാധ്യതയുണ്ട്, ഫ്രേസൽ വെർബ്സ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത് ചോദിക്കുക. അപ്പോൾ നമ്മൾ 2 മാർക്സിൻ്റെ ഷോർട്ട് ആൻസർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൊത്തം 7 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 5 ആൻസർ ചെയ്യുക ഫോർ 4 മാർക്സ്. മൊത്തം 20 മാർക്കാണ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ അതിന് 5 നിങ്ങൾ ആൻസർ ചെയ്യുക. 6 മാർക്സിനാണ് ചോദിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 2 ആൻസർ ചെയ്യേണ്ടത്. ഇതിനകത്ത് എസ്സേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇതിനകത്ത് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്താണ് പോയം കമ്പാരിസൺ. നിങ്ങൾ പഠിച്ച കവിതയും പുറത്തുനിന്നൊരു കവിതയും കമ്പയർ ചെയ്തിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഇതിന് വരിക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ എഴുതണം. കാരണം ഈ +2 എക്സാംസ് എഴുതുന്ന, ഇംഗ്ലീഷ് എക്സാംസ് എഴുതുന്ന കുട്ടികൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത്, നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ആണ്. സമയം തികയാറില്ല എന്നാണ് കുട്ടികൾ എപ്പോഴും പറയുക. അപ്പം നിങ്ങളുടെ എല്ലാ എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫസ്റ്റ് ടേം ആയിക്കോട്ടെ, സെക്കൻഡ് ടേം ആയിക്കോട്ടെ, നിങ്ങളുടെ മോഡൽ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾ റിഹേഴ്സൽ ആയിട്ട് എടുക്കണം. ഇവിടെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നല്ല ഇഫക്റ്റീവായിട്ട് എഴുതണം. കാരണം എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിച്ചത്, അതിനൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് വേണം അടുത്ത എക്സാംസിലേക്ക് പോയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബോർഡ് എക്സാമിന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ എക്സാം എഴുതിക്കോ. നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൂടെ കൂടിക്കോ.